ഗാഗുൽത്തായിലെ അതുല്യ ശില്പമേ, നമിക്കുന്നു നിന്നെ, സ്തുതിക്കുന്നു. നിൻ മനോഹര ലാവണ്യമൊഴികളിൽ നീ നരർക്കേകിയ നന്മകളും മായുകില്ല, മറയുകില്ല. വാനവും ഭൂമിയും മാറിടിലും ഗാഗുൽത്തായിലെ അതുല്യ ശില്പമേ, നമിക്കുന്നു നിന്നെ, സ്തുതിക്കുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 44 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു എന്നാണ് അവിടെ വചനഭാഗം നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ ഉയർപ്പിൻ്റെ ദിവസത്തിൽ ദൈവമക്കളെ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്കൊന്ന് വായിക്കാം. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു എന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആദ്യം മഗ്ദലക്കാരത്തി മറിയ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാൻ ഇടവന്നു. എന്നാൽ ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചെന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവേശുവിൻ്റെ ആ മഹിമയെ കണ്ട് അനുഭവിച്ചുകൊണ്ട് അവരോട് ചെന്ന് പറയുവാൻ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം. തൻ്റെ ജീവിതത്തിൽ തൻ്റെ നഗ്നമായ കണ്ണുകൊണ്ട് കണ്ട ആ അത്ഭുതമേറിയ സാക്ഷ്യം അവൾ ചെന്ന് അവനോടുകൂടെ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരുടെ അരികിൽ ചെന്ന് അറിയിക്കുകയായിരുന്നു ഉയർത്തെഴുന്നേറ്റ സത്യം. ദൈവമക്കളെ, ഈ മഹത്വം കണ്ടാൽ പിന്നെ നമുക്ക് സാക്ഷ്യം പറയരുത്. യേശു കർത്താവും പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വളരെ മനോഹരമായ ജീവവചനങ്ങളെ സംസാരിക്കുമ്പോഴും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ദൈവമക്കളെ, ഇവിടെ മഗ്ദലക്കാരത്തി മറിയ അനുഭവത്തിലൂടെ എൻ്റെ രക്ഷിതാവിനെ കണ്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റ ആ വലിയ സത്യം അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു എന്നാണ് വചനം. ഹല്ലേലൂയ. അവനോട് കൂടെയായിരുന്നെങ്കിലും ജീവിക്കുന്ന ആ മഹത്വം കാണും മുമ്പ് അവർ കരഞ്ഞും ദുഃഖിച്ചും ഇരിക്കുക. അവിടേക്ക് ചെന്ന് മഗ്ദലക്കാരത്തി നന്നായിട്ട് അനുഭവത്തിലൂടെ തൻ്റെ നഗ്നമായ കണ്ണുകൊണ്ട് കണ്ട സത്യം വിളിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ അനുഭവിച്ച ഈ മഹത്വം സങ്കടത്തിലും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നവരുടെ ഇടയിൽ അതും ഓർക്കണം ദൈവമക്കളെ. അവനോടുകൂടെ ഇരുന്നവരായ അവരുടെ ഇടയ്ക്കിലാണ് ചെന്ന് അവൾ പറയുന്നത്. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ ആ വലിയ സത്യം ദൈവമക്കളെ നമുക്കിന്ന് തലമുറയായിട്ടത് ആ ദിവസം കൊണ്ടാടുകയാണ്, ഓർക്കുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ച് വരികയാണ്. ഈ ദൈവം ജീവിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഈ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഉയർപ്പിൻ്റെ ദിവസത്തിൽ കർത്താവെ, ദൈവമഹത്വം ദർശിച്ചവരും അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നവർക്കും കർത്താവെ അത്ഭുതമേറിയ ശുശ്രൂഷ ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവേശുവിനെ സാക്ഷീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷിയായി മഗ്ദലക്കാരത്തി മറിയെ കർത്താവ് തിരഞ്ഞെടുത്തല്ലോപ്പ. അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷിയാക്കി തീർത്തല്ലോ കർത്താവെ. യേശുവേ സ്തോത്രം. ലോകത്തിൽ എത്രമാത്രം ത്യജിക്കപ്പെട്ടവളും എത്രമാത്രം ദുഷിക്കപ്പെട്ടവളുമായിരുന്നു. എങ്കിലും കർത്താവെ,
അവിടുന്ന് കൊടുത്ത കരുണ, അവിടുന്ന് കൊടുത്ത പ്രാണൻ, അവിടുന്ന് കൊടുത്ത രക്ഷ, അവിടുന്ന് കൊടുത്ത സകല നന്മകളും അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ നിൻ്റെ മകളെ അവിടുന്ന് അത്ഭുതകരമായിട്ട് കർത്താവ് ഒരുക്കിയതുപോലെ കർത്താവെ ഏഴകളെയും പൊടിയോളം താഴ്ത്തുക കർത്താവെ. അവനോടുകൂടെ ഇരുന്നവരായി കരഞ്ഞും ദുഃഖിച്ചും കൊണ്ടിരിക്കുന്നവരുടെ അരികിൽ ചെന്ന് ഉയർത്തെഴുന്നേറ്റ സത്യത്തെ അറിയിക്കേണ്ടതിന് കർത്താവെ വിശ്വസിക്കുന്ന മക്കളെ ദൈവം ആത്മാവിൽ ഒരുക്കി നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.